ഞെട്ടിക്കുന്ന മൊഴി എന്നുള്ളതാണ് ചോദ്യം. ജിമ്മി, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇന്നത്തെ കേസിൻ്റെ സ്ഥിതി പെൺകുട്ടിയുടെ മൊഴി മാത്രമല്ല ഇന്ന് പുറത്തു വന്നത്. ഇന്ന് പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയാണ്. കഴിഞ്ഞ 1.5 മാസം കേരളം രാഹുൽ മാങ്കൂട്ടത്തിലെ പുറകെ നടന്ന് ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഇന്ന് എന്തായാലും ആ ജാമ്യാപേക്ഷയിലൂടെ ഉത്തരം വന്നിരിക്കുന്നു. ഒന്ന്, താങ്കൾക്ക് ഈ പെൺകുട്ടിയെ അറിയാം. ഉത്തരമേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഈ പെൺകുട്ടിയെ അറിയാം. നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം? ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇന്നിതിനകത്തുണ്ട്, ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമായിരുന്നു. ഈ പറയുന്ന സംഭവങ്ങളുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ സ്ത്രീ പെൺകുട്ടി ഗർഭിണിയാണെന്നൊക്കെ പറയുന്നല്ലോ. ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധമുണ്ടായിരുന്നു. ഈ 3 കാര്യങ്ങളും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. അപ്പോൾ അത്രയും സമാധാനം എല്ലാവർക്കും വ്യക്തമായെന്ന് തോന്നുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ തെളിവ് എവിടെ, പെൺകുട്ടി എവിടെ, മുഴുവൻ ചോദ്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനൊരാളുണ്ടോ എന്ന് തന്നെ സംശയിച്ചിരുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്, എനിക്ക് പെൺകുട്ടിയെ അറിയാം, ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമാണ്, ഞങ്ങൾ തമ്മിൽ ലൈംഗിക ബന്ധവും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയം കഴിഞ്ഞേ, ആ തർക്കത്തിൽ ഇനി എന്തായാലും കോൺഗ്രസ്സുകാരന് വരില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അടുത്തത്, റിപ്പോർട്ടർ TV ആദ്യം പുറത്തുവിട്ട, പിന്നീട് പലരും ഏറ്റെടുത്ത ഒരുപാട് ശബ്ദരേഖകൾ ഉണ്ടായിരുന്നു. ഈ ശബ്ദരേഖ ആണെന്ന് പറഞ്ഞൊരു വിദ്വാൻ ഉണ്ടായിരുന്നു, ഒരു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹത്തിൻ്റെ അറിവിലേക്ക് പറയുകയാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇങ്ങനെ ഒരു ശബ്ദരേഖ ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഭംഗ്യം തേരയണയാണ്. ഞാനും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ശബ്ദ സംഭാഷണങ്ങൾ മുഴുവൻ ഇവർ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. വാട്സാപ്പ് ചാറ്റുകൾ അതും റെക്കോർഡ് ചെയ്യുകയായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെടുന്നതിൻ്റെ ആദ്യ ഘട്ടം കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല വെടുപ്പായി വൃത്തിയായി ജാമ്യം കിട്ടാനുള്ള ആക്രാന്തത്തിൽ 2 കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ബന്ധം, ലൈംഗിക ബന്ധം, അതുപോലെ തന്നെ പുറത്തു വന്ന ശബ്ദരേഖയുടെ വിശ്വാസ്യത. ഇനി പെൺകുട്ടിയുടെ ഇന്നത്തെ മൊഴിയുടെ വിശദാംശങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോഴും പറയണം, ഒരു കാമുകൻ കാമുകിയെ ബലാത്സംഗം ചെയ്യുമോ എന്നൊരു ചോദ്യത്തിന് അങ്ങനത്തെ മനോവൈകൃതങ്ങളെക്കുറിച്ച് പ്രത്യേകം പുസ്തകങ്ങളും പ്രത്യേകം പ്രബന്ധങ്ങളും പഠനങ്ങളും ഡോക്ടർമാർ എഴുതിയിട്ടുണ്ട്. പോയി ഡോക്ടർമാരോട് ചോദിച്ചാൽ അറിയാം, ഇത്തരം പലതരം മനോവൈകൃതങ്ങളുള്ള മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ, നമ്മൾ പോലും അറിയില്ല. അപ്പോൾ ഇതൊക്കെ നടക്കും എന്നുള്ളതിന് ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുമ്പും ഉദാഹരണമായുണ്ട്. ഏതെങ്കിലും മനഃശാസ്ത്രം ചോദിച്ചാൽ ആ കാര്യത്തിലുള്ള സംശയം മാറി കിട്ടും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ശബ്ദരേഖ ശരിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ താങ്കൾ അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, ഇത് അബോർട്ട് ചെയ്യണമെന്ന് നിർബന്ധിക്കുന്ന താങ്കളാണല്ലോ. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നീ എങ്ങനെ വളർത്തും എന്നും ചോദിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നീ കൂടുതൽ ഡ്രാമ കളിക്കരുത് എന്ന് വേറൊരു ശബ്ദ സംഭാഷണത്തിൽ പറയുന്നുണ്ടല്ലോ. ഇത്രയും ശബ്ദരേഖ ശരിയാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. അതോടൊപ്പം നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞാണ് ഗർഭചിത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ കുഞ്ഞ്, അപ്പോൾ നീ എങ്ങനെ വളർത്തും? അത് ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കോളൂ. അപ്പോൾ എൻ്റെ കാര്യം എന്താണ്? നീ കൂടുതൽ ഡ്രാമ കളിക്കില്ല, എന്നാൽ നീ അങ്ങ് പോയി ചെയ്. ഇതെല്ലാം പറയുന്നില്ലാത്ത കുഞ്ഞെന്ന് വിളിക്കില്ലേ, തന്തയില്ലാത്ത കുഞ്ഞെന്ന് വിളിക്കില്ലേ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഈ ശബ്ദരേഖകളൊക്കെ ഈ പെൺകുട്ടി റെക്കോർഡ് ചെയ്തതാണെന്ന് ഇന്ന് കോടതിയിൽ സമ്മതിച്ച രാഹുൽ മാങ്കൂട്ടത്തിലെ. അപ്പോൾ ഈ സംഭാഷണം ശരിയാണല്ലോ. എന്നിട്ടാണോ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം, അബോർട്ട് ചെയ്ത കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം എനിക്കല്ല എന്ന് മൊഴിയിൽ ഇന്ന് ജാമ്യാപേക്ഷ എഴുതി വച്ചിരിക്കുന്നത്? എന്തൊരു വൈരുദ്ധ്യമാണ്! ഇപ്പം തന്നെ കേസ് തോറ്റില്ലേ? നിങ്ങൾ പറയുകയാണ് ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത് ഇവർ മനഃപൂർവ്വമാണ്. അപ്പോൾ ശബ്ദരേഖ ഉണ്ടെന്ന് സമ്മതിച്ചു. ആ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ 2 പേരും ചേർന്ന് ഒരു ഗർഭം എങ്ങനെ ഒഴിവാക്കുമെന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ്. അതിനകത്ത് താങ്കൾ നിർബന്ധിക്കുന്നതാണ്, താങ്കൾ ഭീഷണിപ്പെടുത്തുന്നതാണ്, താങ്കൾ പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ്, പല രീതിയിൽ ഇതെങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള പല തന്ത്രങ്ങളും ശ്രമിച്ചു നോക്കുന്നതാണ്. കാര്യങ്ങൾ വെടുപ്പായി രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് എന്താ സംശയം? പെൺകുട്ടിയുടെ മൊഴിയിലേക്ക് ഇന്ന് കൊടുത്ത മൊഴിക്കപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്ത ജാമ്യാപേക്ഷയെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം സമ്മതിക്കുന്നതിന് തുല്യം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ മൊഴിയെക്കുറിച്ച് പറയുന്നുണ്ട്, ശബ്ദ സംഭാഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബന്ധം സമ്മതിക്കുന്നുമുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ഡിഫൻസ് കോടതിയിലെടുത്താലും ഒരു പക്ഷേ നിയമത്തിൻ്റെ നൂലാമാലകൾ രക്ഷപ്പെടാൻ വക്കീൽ പറഞ്ഞു കൊടുത്ത ഒരു ബുദ്ധിയായിരിക്കാം ഇതെല്ലാം. പക്ഷേ ജനങ്ങളുടെ കോടതിയുടെ മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവാളിയായി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ 1.5 മാസമായി ഞങ്ങൾ പുറകെ ചോദിച്ചിട്ടും നിങ്ങൾ സമ്മതിക്കാത്ത കാര്യം നിങ്ങൾ സമ്മതിച്ചു. ഒരു പെൺകുട്ടിയെ തനിക്ക് രഹസ്യമായി ബന്ധമുണ്ടാവുകയും ആ ബന്ധത്തിൽ അവർ ലൈംഗിക ബന്ധമുണ്ടാവുകയും അതിനുശേഷം അതേക്കുറിച്ച് വിശദമായി സംസാരിച്ച് നിർബന്ധിച്ച് അവരെ കൊണ്ട് മരുന്ന് കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തു. ഇത്രയും കാര്യം വ്യക്തമായി. ഇനി രണ്ടാമതൊരു പ്രതി കൂടിയുണ്ട് ഈ കേസിൽ, ജോബി എന്ന് പറയുന്നയാൾ. അയാളെ പിടിക്കുമ്പോൾ കഴിപ്പിച്ച മരുന്ന് ഏതാണ്, എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അതുകൂടി തെളിഞ്ഞോളും. ഒരു 24 മണിക്കൂർ കാത്തിരുന്നാൽ മതി. കേസ് വ്യക്തമാണ്. കോടതിയിൽ ഈ കേസ് എങ്ങനെ പോകുമെന്നതിനെക്കുറിച്ച് നമുക്കറിയില്ല. അത് കേസിൻ്റെ നൂലാമാലകളാണ്, നിയമത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസാണ്. എങ്ങനെയാണ് ഗർഭചിത്രത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും
തർക്കിക്കുന്ന കരയുന്ന ഒരു പെൺകുട്ടി പിന്നീട് അത് റേപ്പാണെന്ന് പറഞ്ഞ് പരാതി വരുന്നു. ഇതെങ്ങനെ ശരിയാവും എന്നൊക്കെ ആയിരിക്കും കോടതിയിൽ കൊണ്ടുപോകാൻ പോകുന്ന ബുദ്ധി. പക്ഷേ ഞാൻ കോടതിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചല്ല എൻ്റെ താല്പര്യവും എൻ്റെ കൺസേണും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ സമ്മതിച്ചതോടുകൂടി ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ ഈ MLA ചുമക്കണോ, ഈ രാഷ്ട്രീയ നേതാവിനെ, ഈ രാഷ്ട്രീയ പ്രവർത്തകനെ, ഈ രാഷ്ട്രീയ വിഴുപ്പിനെ ചുമക്കണോ വേണ്ടയോ എന്നുള്ളത്. കോടതിയിൽ പോയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ പരാതിയും പരാതിക്കാരിയും എവിടെ എന്ന് ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതി വന്നപ്പോൾ മുങ്ങി, ഇപ്പോൾ ഇല്ല. 36 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. പരാതിയും പരാതിക്കാരൻ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലില്ല. കോടതിയിൽ പക്ഷേ ഇതെങ്ങനെയാകുമെന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ എനിക്കും എൻ്റേതായ ആശങ്കകളുണ്ട്. മുമ്പ് ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ട കേസ്, ആ കേസ് അടുത്ത ആഴ്ച വിധിയിലേക്ക് വരികയാണ്. അന്ന് കോടതിയുടെ നടപടിക്രമങ്ങൾക്കെതിരെ എത്ര പ്രാവശ്യം ആ സ്ത്രീ മേൽക്കോടതിയിൽ പോയി പരാതിപ്പെട്ടു. ആ കേസിലെ ഏറ്റവും നിർണായക തെളിവായ മെമ്മറി ഡിസ്ക്, അതായത് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്, ആ കാർഡ് 3 തവണ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്തു. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന സാധനം 3 തവണ അനൗദ്യോഗികമായി ആളുകൾ തുറന്നു നോക്കി എന്നുള്ളത് തെളിഞ്ഞതല്ലേ. അത് 2018 2 പ്രാവശ്യം, 2021 1 പ്രാവശ്യം. അവസാനം കോടതി ഇത് വിശദമായി അന്വേഷിച്ചിട്ട് ഇങ്ങനെ ഒരു അനധികൃതമായ ഒരു ആക്സസ് ഉണ്ടായതും അത് കോടതി ജീവനക്കാരും ഒരു മുൻ ജഡ്ജിയും, വേറൊരു കോടതി ഉണ്ടായിരുന്ന ജഡ്ജിയും ഇത് കണ്ടു, അത് അൺഓതറൈസ്ഡ് ആണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഈ പെൺകുട്ടി കോടതി പറഞ്ഞു ഇത് വിശദമായി അന്വേഷിക്കണം, ഇങ്ങനെ പറഞ്ഞ് പോയാൽ പോരാ. പറ്റില്ല എന്ന് പറഞ്ഞ് മടക്കി കോടതി, മേൽക്കോടതികൾ. അങ്ങനെ നമ്മുടെ നാട്ടിലെ കോടതികൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മുൻ ബാക്ക് ഹിസ്റ്ററി നമുക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കേസ് എങ്ങനെ പോകും എന്നുള്ളത്, ഇതിൻ്റെ നിയമങ്ങളും നിയമത്തിൻ്റെ നൂലാമാലകളും എല്ലാം കഴിഞ്ഞ ശേഷം പറയാം. അവസാനം എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ കോടതിയിൽ. ഒരു പക്ഷേ കേസ് ജയിക്കുകയോ തോക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ അതിലൊന്നും ഞാൻ മെനക്കെടുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും സമ്മതിച്ചിരിക്കുന്നു, ഈ കുട്ടിയുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു, അതൊരു ലൈംഗിക ബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കേട്ട ശബ്ദ സംഭാഷണങ്ങളെല്ലാം ഞങ്ങൾ തമ്മിൽ നടത്തിയതാണ്. അത് ഈ കുട്ടി ഒളിച്ചിരുന്ന് റെക്കോർഡ് ചെയ്തതാണ്. ഒളിച്ചിരുന്ന് റെക്കോർഡ് ചെയ്തത് നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, അവിടെ ഇരുന്നോട്ടെ. സത്യമാണല്ലോ രാഹുലേ, നിങ്ങൾ ഈ കുട്ടിയെ നിർബന്ധിക്കുന്നതും നിങ്ങൾ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതും നിങ്ങൾ ഈ കുട്ടിയോട് ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നതും എല്ലാം ഞങ്ങൾ കേരളം കേട്ടതാണ്. ഇനി മറ്റൊരു വിധി പ്രസ്താവം ഇതിന് വേണ്ട എന്നുള്ളതാണ് എൻ്റെ നിലപാട്. എനിക്ക് വിശ്വസിക്കാൻ ഇത് ധാരാളം മതി. Meet the editors.